Hi students, welcome back to Eduholic Online YouTube channel. NUS പ്ലസ് ടു ഏപ്രിൽ ബാച്ചിൻ്റെ എക്സാം ആയി തുടങ്ങിയില്ലേ? ഇനി ഏതാനും ദിവസങ്ങളെ നിങ്ങൾക്ക് മുൻപിലുള്ളൂ. നിങ്ങൾ എക്സാം ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. എക്സാം ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറാണ് തരിക. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ 3 സെറ്റായിട്ടാണ് ഉണ്ടാവുക. സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് സി. അത് കഴിഞ്ഞിട്ടാണ് ആൻസറിൻ്റെ ബുക്ക്ലെറ്റ് തരിക. ആൻസർ ഷീറ്റ് എന്ന് പറയുന്നത് ഒരു ബുക്ക്ലെറ്റ് ആയിട്ടാണ് ഉണ്ടാവുക. എന്നിട്ട് അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഫില്ല് ചെയ്യാനുണ്ട്. ഒരു OMR ഷീറ്റ് ഫില്ല് ചെയ്യാനുണ്ട്. അതെങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഫസ്റ്റ് എന്താണ് എഴുതേണ്ടത്? സബ്ജക്റ്റിൻ്റെ നെയിമാണ് എഴുതേണ്ടത്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിന് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാം. എന്നിട്ട് നെക്സ്റ്റ് എഴുതേണ്ടത് എന്താണ്? സബ്ജക്റ്റിൻ്റെ കോഡാണ്. നിങ്ങൾക്ക് സബ്ജക്റ്റിൻ്റെ കോഡ് അറിയില്ലെങ്കിൽ എന്താണ്, നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സബ്ജക്റ്റിൻ്റെ കോഡ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് എഴുതാം. പിന്നെ ഡേറ്റ് ആണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഡേറ്റ് ഏതാണോ നിങ്ങളെ എക്സാമിന് പോകുന്ന ഡേറ്റ് എന്ന് വെച്ചാൽ അത് അവിടെ എഴുതാം. പിന്നെ ലാംഗ്വേജ് ഓഫ് ആൻസർ ആണ് എഴുതേണ്ടത്. നിങ്ങളിപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് തന്നെ. നിങ്ങളിപ്പോൾ സപ്പോസ് വേറെ ഹിസ്റ്ററി എത്തിയാണെങ്കിൽ നിങ്ങളത് മലയാളത്തിലാണ് എഴുതുന്നതെങ്കിൽ അവിടെ ലാംഗ്വേജ് ഓഫ് ആൻസർ എന്താണ്? മലയാളം എന്ന് എഴുതാം. അടുത്തതായിട്ട് എഴുതേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു കോഡ് ഉണ്ടായിരിക്കും. ആ കോഡ് നിങ്ങൾ അവിടെ എഴുതാം. നെക്സ്റ്റ് എന്താണ് എഴുതേണ്ടത്? സെറ്റ് നമ്പറാണ്. ഞാൻ പറഞ്ഞല്ലോ 3 സെറ്റായിട്ടാണ് ഉണ്ടാവുക. എ സെറ്റ്, ബി സെറ്റ്, സി സെറ്റ്. അവിടെ ഓൾറെഡി ABC എന്നുള്ള സെറ്റിൻ്റെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളത് ഏത് സെറ്റാണോ ആ സെറ്റിൻ്റെ നേരെ നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യുക? ബബിൾ ചെയ്യുക. നല്ല ഡാർക്കായിട്ട് പുറത്തേക്കൊന്നും പോകാതെ നല്ല വൃത്തിയായിട്ട് അതിൻ്റെ ഉള്ളിൽ ആ റൗണ്ടിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക? ഫില്ല് ചെയ്യുക. അടുത്തതായിട്ട് ഫില്ല് ചെയ്യാനുള്ളത് എന്താണ്? പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റീസ് അങ്ങനെ ഒരു ഇതുണ്ട് അവിടെ. അപ്പോൾ യെസ്സും നോയും ഉണ്ട്. അപ്പോൾ അവിടെ നോ എന്ന് കൊടുക്കാം. ഇനി ഫില്ല് ചെയ്യാനുള്ളത് റോൾ നമ്പറാണ്. റോൾ നമ്പർ നിങ്ങളെ ഹോൾ ടിക്കറ്റിലുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് തെറ്റിക്കാതെ കറക്റ്റായിട്ട് എഴുതുക. അത് എഴുതി കഴിഞ്ഞിട്ട് താഴെ ആ നമ്പർ പ്രകാരം എന്ത് ചെയ്യുക? ബബിൾ ചെയ്യുക. നല്ല ഡാർക്കായിട്ട് പുറമേക്കൊന്നും പോകാതെ ആ നമ്പർ പ്രകാരം താഴെ നോക്കിയിട്ട് കറക്റ്റ് നമ്പർ നോക്കിയിട്ട് എന്ത് ചെയ്യുക? ബബിൾ ചെയ്യുക. ഇനി ഫില്ല് ചെയ്യാനുള്ളത് റോൾ നമ്പറാണ്. റോൾ നമ്പർ നിങ്ങളെ ഹോൾ ടിക്കറ്റിലുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് തെറ്റിക്കാതെ കറക്റ്റായിട്ട് എഴുതുക. അത് എഴുതി കഴിഞ്ഞിട്ട് താഴെ ആ നമ്പർ പ്രകാരം എന്ത് ചെയ്യുക? ബബിൾ ചെയ്യുക. ഇനി നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് എക്സാം സെൻറ്റർ കോഡാണ്. അത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിലുണ്ടായിരിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് ആദ്യം എഴുതുക, എന്നിട്ട് ബബിൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് കോഡാണ് ഫില്ല് ചെയ്യാനുള്ളത്. അതും ഇതേപോലെ തന്നെ സബ്ജക്റ്റ് കോഡ് എഴുതുക, മേലെ എഴുതുക, എന്നിട്ട് ആ നമ്പർ പ്രകാരം താഴെ ബബിൾ ചെയ്യുക. അടുത്തതായിട്ട് ഫില്ലപ്പ് ചെയ്യേണ്ടത് കാൻഡിഡേറ്റ് നെയിം ആണ്. അതെന്താണ്? ക്യാപിറ്റൽ ലെറ്റർ തന്നെ ഫില്ല് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ എഴുതിയ പ്രകാരം ബബിൾ ചെയ്യുക. ആ ലെറ്റർ നോക്കിയിട്ട് ബബിൾ ചെയ്യുക. നെയിമൊക്കെ കറക്റ്റ് ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ലാസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മദർ, ഫാദർ, ഗാർഡിയൻ നെയിം അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ അവിടെ ആരാണോന്ന് വെച്ചാൽ അതവിടെ എഴുതുക. പിന്നെന്താണ്? സിഗ്നേച്ചർ ഓഫ് ദ കാൻഡിഡേറ്റ്, നിങ്ങളെ ഒപ്പും സൈനും ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ തിയറീൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫ്രണ്ട് പേജ് ഫില്ലപ്പ് ചെയ്യേണ്ട രീതി. എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് എക്സാം പോയിട്ട് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമ്മളെ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്.